ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി ചിക്കൻ മന്തി ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയാണ്. നാളുകൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണ്. വെള്ളിയാഴ്ചയായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ചിക്കൻ മന്തി. കൂടുതൽ ഐറ്റംസ് ഒന്നും വേണ്ട, കുറച്ച് ഐറ്റംസ് മാത്രം മതി. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഞങ്ങൾ രണ്ട് വലിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 4 പീസാക്കിയിട്ട് നമ്മൾ സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിനുശേഷം സ്പൈസസ് കുറച്ച് 2 ഉണക്ക നാരങ്ങ, കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില എല്ലാം കൂടി ഇട്ടിട്ട് ബേ ലീഫ്, 2 ഉണക്കമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് ചൂടാക്കി എടുക്കണം. അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് അതിനെ പൊടിച്ച് മസാല മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് മസാല കുറച്ചെടുത്തിട്ട് ചിക്കനിൽ തിരുമ്മി പിടിപ്പിക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് മുളക് പൊടി എരിവിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 2 മാഗി ക്യൂബ്, ചിക്കൻ മാഗി ക്യൂബാണ് ഇട്ട് കൊടുത്ത് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം. കുറച്ച് 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ നല്ലതായിരിക്കും. അതിന് ശേഷം നമുക്ക് റൈസ് വെക്കുള്ള പരിപാടി നോക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കണം. ഒലീവ് ഓയിലാണ് ബെസ്റ്റ് സാധനം. അതിന് ശേഷം സ്പൈസസ് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലി അതിൽ കൂടെ ഇട്ട് കൊടുക്കുക. 2 ഉണക്കനാരങ്ങ കൂടി ഇട്ട് കൊടുക്കുക. ബേ ലീഫ്, തക്കോലം എല്ലാം ഇട്ട് കുറച്ച് ക്യാപ്സിക്കം, വലിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ശേഷം നമുക്ക് 2 മാഗി ക്യൂബ്, ചിക്കൻ മാഗി ക്യൂബ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് 4 തക്കാളി നമുക്ക് അതിന് ജ്യൂസാക്കി മിക്സറിൽ അടിച്ച് ജ്യൂസാക്കി വയ്ക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ജ്യൂസായ സാധനം നമുക്ക് തക്കാളി ജ്യൂസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം കുറച്ച് മസാല ഉണ്ടാക്കിയത് കുറച്ചിട്ട് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. മന്തി മസാല ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ വെന്ത് കിട്ടിയിട്ട് അതിന് വെള്ളം നമ്മൾ അളന്നൊഴിച്ച് കൊടുക്കണം. ഈ മസാലയ്ക്ക് ഈ അരി വേവാൻ ഇതിൻ്റെ ചിക്കൻ്റെ വെള്ളമാണ് മെയിൻ സാധനം. വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തിളച്ച ശേഷം നന്നായിട്ട് അരി ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ഉണ്ടെന്ന് നോക്കി ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് 2 ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത് അടച്ച് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് മസാല മാറ്റി വെച്ചാൽ നമുക്ക് ചിക്കനിലോട്ട് ഓയിൽ തേച്ച് മിക്സ് ചെയ്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. അത് ഫ്രൈ പാൻ വെച്ചിട്ട് മന്തി മസാല തേച്ച ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഷാലോ ഫ്രൈ എടുത്താൽ ഒന്നുകൂടി നല്ലതായിരിക്കും. ഒന്ന് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ മന്തി റൈസ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ദം ചെയ്യൽ പരിപാടി നോക്കാം. ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്ത ചിക്കൻ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് സ്മോക്കില്ല, കരി ഉണ്ടായിരുന്നില്ല. ചിക്കൻ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ദം ചെയ്തെടുക്കാനുള്ള പരിപാടി നോക്കാം. ചിക്കൻ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഫസ്റ്റ് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം കുറച്ച് പച്ചമുളക് ഒന്ന് കുത്തി വെച്ച് കൊടുത്താൽ എന്നിട്ടത് അടച്ചു വെച്ച് നമുക്ക് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.